ചെമ്പകപ്പൂമുട്ടിനുള്ളിൽ വസന്തം വന്നു. തളിരിൽ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലും. ചെമ്പകപ്പൂമുട്ടിനുള്ളിൽ വസന്തം വന്നു. തളിരിൽ ഇളം കൈകൾ ചന്ദനക്കിളി അടക്കം ചൊല്ലും. ഹായ് മക്കളെ, അപ്പോഴേ അമ്മതാ രാവിലെ ചായ കുടിക്കുകയാണ്. അപ്പം അമ്മ ചായ കുടിക്കട്ടെ. മക്കൾ തന്നെ ചായയൊക്കെ കുടിച്ചോ? അപ്പം അമ്മ ഉച്ചക്കത്തേക്കുള്ള മീൻകറി വെക്കുവാണ്. എണ്ണ ഒഴിച്ച് കടുകിട്ട് ഉലുവയിട്ട് ഉലുവച്ച് തോരയിടും കേട്ടോ. ഉലുവയിട്ട് നമ്മളൊരു സൂപ്പിക്കുകയാണ്. അപ്പം അമ്മയ്ക്കിത് കിട്ടിയിരിക്കുന്നതേ ഉച്ചക്കത്തെ കിട്ടിയിരിക്കുന്നത് ചൂരമീനാണ്. ചൂരമീനാണ്. അത് നല്ല വെട്ടി കഴുകി തേച്ചൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ കറിക്ക് ആവശ്യമുള്ള ഇഞ്ചി, പച്ചമുളക്, പിന്നെ 2 ഉണ്ടമുളക്, ഒരു കഷ്ണം വടക്കംപുളി, ഒരു തക്കാളി, കൊച്ചുള്ളി, ഇത്രയും അമ്മ എടുത്തിട്ടുണ്ട്. അപ്പം കടുകൊക്കെ പൊട്ടി നമ്മൾ കൊച്ചുള്ളി ഇടുവാണ്. കൊച്ചുള്ളി പിന്നെ ഇഞ്ചി, പിന്നെ പച്ചമുളക്, ഇത്രയും എണ്ണ ഇട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി വരണം. ഇതൊന്ന് വഴറ്റി പോട്ടെ. അപ്പോഴത്തേക്ക് കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇടും. മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി ഇടണം. മുളക് പൊടി ഇതാണ് നമ്മൾ കറിക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വഴറ്റി വരട്ടെ. കറിക്കുള്ള ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നല്ല വഴറ്റുവാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഇപ്പുറത്ത് കുമ്പളങ്ങയും തക്കാളിയും പച്ചമുളകും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചെടുക്കുകയാണ്. അപ്പം ആ ഒഴിച്ചെടുക്കുള്ള അരപ്പ് ഒന്ന് അരയ്ക്കുവാണ് നമ്മൾ. ഒഴിച്ചു കൊടുക്കാനുള്ള അരപ്പൊട്ട് അമ്മ ഇവിടെ അരച്ചിട്ടുണ്ട്. തേങ്ങ, ജീരകം, പച്ചമുളക് എല്ലാമായിട്ട് അരച്ചിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഒന്ന് വെള്ളം ചേർക്കത്തുള്ളൂ. ഈ കറിക്ക് അധികം വെള്ളം ചേർക്കത്തില്ല. ഒഴിക്കുകയാണ് നമ്മൾ. നോക്കട്ടെ, വെള്ളം പാകമായോ നോക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം കൊടുക്കാം. അധികം വെള്ളം ചേർക്കാതെ വെക്കുന്ന കറിയാണ്, നല്ല ടേസ്റ്റാണ്. ഒരു തുള്ളി വെള്ളം കൂടെ ചേർക്കാം. അപ്പോഴത്തേന് അമ്മയുടെ ഉള്ളി വഴറ്റുന്നുണ്ട്. അപ്പം കുമ്പളങ്ങ കറി കുമ്പളങ്ങ കറി, കുമ്പളങ്ങ, തക്കാളി, പച്ചമുളക് എല്ലാം ഇട്ടിട്ടുള്ള കറി. ഉപ്പ് നോക്കട്ടെ അമ്മ. ഉപ്പ് കുറവാണ്. കുറച്ച് ഉപ്പ് ഇടാം. ഈ കറി തിളക്കരുത് മോളെ, ഈ കറി തിളക്കരുത്. ഇത് ചെറിയ തീരിട്ട് നമ്മൾ അലക്കണം. ഇച്ചിരി ഒന്ന് ആ പച്ചമണം മാറുന്നുള്ള അലക്കട്ടെ. അപ്പോഴത്തേന് അമ്മയുടെ ഉള്ളിയൊക്കെ നല്ല മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് അമ്മ മുളക് പൊടി, മല്ലിപ്പൊടി ഇടുവാണ്. ഇട്ടിട്ട് ചിത്തി കൂട്ടി വെച്ചിട്ട് ചെറിയ തീയിൽ മൂപ്പിക്കണം. ചെറിയ തീയിൽ ആ പച്ചമണം, മല്ലിപ്പൊടിയുടെ മുളക് പൊടിയുടെയൊക്കെ ആ പച്ചമണം മാറുന്ന വരെ മൂപ്പിക്കണം. അപ്പം അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ പച്ചമണം എല്ലാം മാറി അതിന് ശേഷം നമ്മൾ തക്കാളി, ഒരു വടക്കംപുളി, കറിവേപ്പില, ഇത് 3 ഇടുവാണ്. തക്കാളി,
കറിവേപ്പില ഉണക്കമുളക് ഇട്ട് അതും കൂടി ചെറുതായിട്ടൊന്ന് കിണ്ടി അതിന് ശേഷം വെള്ളം ഒഴിക്കാം. ഇത്രയും വെള്ളം അമ്മ ചേർത്തിട്ടുള്ളത്. ഇത് കുറച്ച് ഉപ്പിടാം. വളരെ കുറച്ചുപ്പ്. ഇത് തീ കൂട്ടി വെച്ച് തിളക്കട്ടെ. അപ്പം അമ്മ അവിടെ കപ്പ അരിഞ്ഞ് താണ്ടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. താണ്ടെ കുമ്പളങ്ങയും തക്കാളിയും പച്ചമുളകും ഇട്ട കറി അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കടു വറുക്കണമെങ്കിൽ കടു വറുക്കാം. അമ്മ കടു വറുക്കത്തില്ല, എണ്ണ ഒരുപാടാവും. നല്ല കറിയാണ്, നല്ല രുചിയാണ്. അപ്പം കുമ്പളങ്ങ കറി വെച്ചിട്ടുണ്ട്. മീൻ കഷ്ണം ഒരു 2 മീൻ കഷ്ണവും അതിൻ്റെ പനിനീരും എല്ലാം കൂടെ നമ്മൾ വറുക്കാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി ഇത്ര ഇട്ട് നമ്മൾ നല്ലപോലെ കൈ വെച്ച് ഇതിൽ പൊരിക്കാനുള്ള മസാല തേച്ച് വെച്ചിരിക്കുക. അപ്പോൾ കറി നല്ല തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ വറുക്കാനായിട്ട് പാനിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പുരട്ടി വെച്ച മീൻ വറുക്കുകയാണ്. ചൂര മീനാണ്. മീൻ 2 പനിനീരുണ്ട്. മീൻ വറുക്കുവാണ്. ഇതാണ് മീൻ അവിടെ വേവട്ടെ. അമ്മ ചോറ് വെച്ച് കപ്പ, ചൂരക്കറി, അതിൻ്റെ തക്കാളിയും വെള്ളരിക്കയും ഇട്ടിട്ടുള്ള കറി, ചൂര വറുത്തത്, പിന്നെ വടുകപ്പുളി അച്ചാറുണ്ട്. അപ്പോഴമ്മ ചോറ് കഴിക്കുവാണ്. എല്ലാ മക്കളും ചോറൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ചോറ് കഴിക്കുകയാണ്. ചോറ്, പിന്നെ കപ്പ ഇച്ചിരി അധികം എടുക്കും കേട്ടോ. കപ്പ, പിന്നെ അവിടെ നല്ല ചൂരക്കറി ഒരു കഷ്ണം എടുത്ത് കപ്പയുടെ പുറത്തോട്ട് ഒഴിച്ച് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. മീൻ കറിയും കപ്പയും ഇട്ടിട്ട് ഒഴിച്ച് നമുക്ക് നല്ല ഒന്നാന്തരം പുളിശ്ശേരി എന്ന് പറയാൻ തൈരിട്ടിട്ടില്ല, നമ്മൾ ഒഴിച്ചത്. ഇത് ചോറ്റിലോട്ട് ഒഴിച്ച് ചൂര ഫ്രൈ നമ്മൾക്ക് ഒരു കഷ്ണം മതിയേ. ഒരു കഷ്ണം ചൂര ഫ്രൈ എടുത്ത്, പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഈ അച്ചാർ ഏതായാലും കഴിഞ്ഞു. അപ്പോൾ ഇത് വീട്ടിലിട്ടാണ് വടുകപ്പുളി അച്ചാർ, അത് ഇച്ചിരി അങ്ങോട്ട് എടുത്ത്. അപ്പോഴും ചോറ്, പുളിശ്ശേരി, കപ്പ, മീൻ കറി, മീൻ വറുത്തത്, അച്ചാർ. അപ്പം അമ്മ ഇതെല്ലാം കൂട്ടി കഴിക്കുകയാണ്. കുറച്ച് കപ്പ എടുത്ത്, കുറച്ച് മീൻ കറി എടുത്ത്, ഇച്ചിരി പുളിശ്ശേരിയും ഒരു കഷ്ണം ഇച്ചിരി മീൻ വറുത്തത് കൂടെ തൊട്ട് വിരവി ചോറ് കഴിക്കണം. അപ്പം അത് അടിപൊളി. അപ്പം എല്ലാ മക്കളും ഊണൊക്കെ കഴിച്ചോ? അപ്പം അമ്മ രാവിലെ ഇന്ന് ആഹാരം കഴിച്ചില്ല. അമ്മ ഇന്ന് ആഹാരം കഴിച്ചില്ല. നമുക്ക് നല്ല പനിയായിരുന്നു. അതുകൊണ്ട് അമ്മ കട്ടൻ ചായ മാത്രമേ കഴിച്ചുള്ളൂ. എന്നിട്ട് അമ്മ കടന്നത്. പിന്നീടാണ് അമ്മ ചോറ് വെച്ചത്. അപ്പം ഇത് തന്നെയാണ് നമ്മുടെ രാത്രിത്തെ ആഹാരം. അപ്പം എല്ലാ മക്കളും ഊണൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.